ഹലോ എവ്രി വൺ, ഐ എം സമീർ അജ്മൽ. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോർത്ത് സെം റൊമാൻറ്റിക് പീരീഡിലെ ലോർഡ് ബൈറൻസിന്റെ ജാവോ എന്ന പോം ഡിസ്കസ് ചെയ്യാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിന്റെ പ്ലോട്ട് നോക്കാം, അതിന്റെ ഷോർട്ട് സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ഹസൻ, ലെയ്ല, അതുപോലെ തന്നെ ജാവോർ. ഇവരുടെ ലവ് സ്റ്റോറിയാണ്, ഇവരുടെ മൂന്ന് പേരുടെയും ലവ് സ്റ്റോറിയാണ് ഇതിലെ പ്രധാന കഥ എന്ന് പറയുന്നത്. ഹസന്റെ ഭാര്യമാരിൽ ഒരാളാണ് ലെയ്ല എന്ന കഥാപാത്രം. ലെയ്ല മറ്റൊരു ജാവോർ എന്നൊരു ക്രിസ്ത്യൻ യുവാവുമായിട്ട് പ്രണയത്തിലാവുകയാണ്, ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവുകയാണ്. അതായത് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഹസനും ലെയ്ലയും എന്ന് പറയുന്നത്, അവരുടെ മതം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള കോഡ് ഓഫ് കണ്ടക്റ്റ് ഉള്ള ഒരു മതമാണ്. അപ്പം അവരുടെ ഒരു സാമൂഹിക രീതികൾക്ക് വിപരീതമായി അവരുടെ റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർസിലേക്ക് ലൈലയ്ക്ക് ഉണ്ടാവുകയാണ് ജാവോറുമായി. എന്നാൽ ലൈലയുടെ ഈ വഞ്ചനയെ, അന്തസ്സും അഭിമാനമൊക്കെയുള്ള ഹസൻ എന്ന കഥാപാത്രം ഈ വഞ്ചനയെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അതിനെ വെറുതെ വിടാൻ അദ്ദേഹം ഉദ്ദേശിച്ചില്ല. അതിന്റെ പ്രതികാരം എന്നോണം ലൈല എന്ന കഥാപാത്രത്തെ ചാക്കിൽ കെട്ടി കടലിൽ താഴ്ത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ആ ഒരു നാട്ടില് ഇത്തരത്തിൽ ഉള്ള ഒരു പണിഷ്മെന്റ്, ഇത്തരം വഞ്ചനകൾ ചെയ്യുന്ന, ഇത്തരം എക്സ്ട്രാ മാരിറ്റൽ അഫയേഴ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് അവർ കൊടുക്കുന്ന വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് ഇത്, കടലിൽ താഴ്ത്തുക എന്നുള്ളത്. തന്റെ കാമുകിയെ കൊന്നതിന്റെ പ്രതികാരമായിട്ട് ജാവോർ ഹസനെയും കൊല്ലുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക് പശ്ചാത്താപം കൊണ്ട്, മനോവേദന കൊണ്ട് പിന്നീട് ആശ്രമത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഈ ജാവർ എന്ന് പറയുന്നത് ഒരു പോമാണ്. ഇത് പബ്ലിഷ് ചെയ്യുന്നത് 1813 ലോർഡ് ബൈറന്റെ ഓറിയന്റൽ റൊമാൻസിലെ ഏറ്റവും ആദ്യത്തെ സീരീസ് ആണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. ഈ ബൈറൺ ഈ ഒരു പോം എഴുതാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ ഇൻസ്പയർഡ് ചെയ്തത് അദ്ദേഹം ഈസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് നടത്തിയിട്ടുള്ള ഒരു ഗ്രാൻഡ് ടൂർ. അവിടെ വെച്ച് നടന്ന ഒരു റിയൽ ആയിട്ട് അദ്ദേഹം നേരിൽ കണ്ടിട്ട് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കടലിൽ മുക്കുന്ന ഒരു സംഭവം നേരിട്ട് കാണുകയുണ്ടായി. ആ ഒരു അതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ഈ ഒരു പോം എഴുതുന്നത്. ജാവർ എന്ന് പറയുന്നത് ഒരു ടർക്കിഷ് വേർഡാണ്. അതിൻ്റെ അർത്ഥം ഇൻഫിഡൽ ഓർ നോൺ ബിലീവർ, അവിശ്വാസി എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ഈ ഒരു പോം എൻ്റെ പേര് എന്ന് പറയുന്നത്. ഈ സ്റ്റോറിയിലൂടെ കൺവേ ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് രണ്ട് മതവിഭാഗങ്ങൾ, ക്രിസ്ത്യൻ ആൻഡ് മുസ്ലിം മതവിഭാഗത്തിന്റെ കാഴ്ചപ്പാട്, പ്രണയത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഈ ഒരു പോമിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോമിനെ കുറിച്ച് പ്രധാന പോയിന്റുകൾ എന്ന് പറയുന്നത്. നമുക്ക് കൺക്ലൂഷൻ നോക്കാം. നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റുകൾ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടില്ല, ഈ ഒരു ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് പറയുന്നതെന്ന് വെച്ചാൽ ഈ ജാവോർ എന്ന പോം അദ്ദേഹം എഴുതിയത്, ഇൻസ്പയർഡ് ആയത് നമ്മൾ കണ്ടു. അദ്ദേഹം ലോർഡ് ബൈറൻ നടത്തിയ ഒരു ഗ്രാൻഡ് ടൂർ, ബൽക്കാൻ പ്രദേശത്തേക്ക്, പെനിൻസുലയിലേക്ക് അദ്ദേഹം നടത്തിയ ഒരു ഗ്രാൻഡ് ടൂറാണ്. ഈ ബൽക്കാൻ പെനിൻസുല എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ഈസ്റ്റേൺ ഭാഗത്താണ്. അതായത് ഈ ഒരു പെനിൻസുലയിൽ പെടുന്ന ഒരു ഭാഗം ഗ്രീസും ടർക്കി പോലെയുള്ള രാജ്യങ്ങളുടെ പോർഷൻസും ഈ ഒരു ബൽക്കാൻ പ്രദേശത്തേക്കാണ് വരുന്നത്, ബൽക്കാൻ പെനിൻസുലയിൽ വരുന്ന ഭാഗമാണ്. അപ്പം ഇവിടെയൊക്കെ അദ്ദേഹം നടത്തിയ ഈ ടൂറിന്റെ ആസ്പദമാക്കി ആ ഒരു പെനിൻസുലയിലെ റീജിയൻസിലെ, പ്രത്യേകിച്ച് ഗ്രീസിലെയും ടർക്കിയിലെയൊക്കെ കൾച്ചറും അവരുടെ ഹിസ്റ്റോറിക്കൽ അതുപോലെ തന്നെ മതവിഭാഗങ്ങളെക്കുറിച്ചും ഇതൊക്കെയാണ് ഈ ഒരു പോമിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീർ അജ്മൽ സൈനിങ് ഓഫ്.